ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിതാ ഞാനൊരു സീരിയലിൽ അഭിനയിക്കാൻ വന്നേക്കാണ്. ഇപ്പുറത്ത് നിന്ന് വെച്ച് അടഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ദൈവമേ. പത്തരമാറ്റ് സീരിയലിൽ ഒരു വേഷം കിട്ടി. അപ്പോൾ ഗസ്റ്റ് റോളായിട്ട് വന്നു, ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷൂട്ടിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിടാം, ഉൾപ്പെടുത്താം. എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കാണിച്ചു തരാം ഇതിലൊക്കെ. അപ്പോൾ ഷൂട്ടൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, പക്ഷേ ഇവർ പറഞ്ഞു തരുമ്പോൾ ഞാൻ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ വെച്ച് നടക്കുക. അപ്പോൾ സെറ്റായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീടിനെ കുറിച്ച് പറയാനാണ് മക്കളെ, അടിപൊളി വീടാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു കൊട്ടാരാന്ന് തോന്നുന്നുണ്ട്, വീടൊന്നല്ല തോന്നുന്നുണ്ട്. സത്യത്തിൽ ഒരു കൊട്ടാരം ഫീലൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതാണ് റോഡ് സൈഡ്, ഇതാണ് വീടിൻ്റെ. ഞാൻ ബാൽക്കണിയിലാണ്, ബാക്ക് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടല്ലേ, 3 നിലയാണ്. അപ്പം ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ ഉൾഭാഗമൊക്കെ എടുക്കട്ടെ ഞാൻ പോയിട്ട്. ഇതൊക്കെ നോക്കുക ഗൈസ്, ലൈറ്റൊക്കെ, ഇവിടെ ഹോം തിയേറ്റർ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ലൈറ്റിന് തന്നെ 25 ലക്ഷം എന്നൊക്കെ പറയുന്നത് അറിയാം. എന്താ കഥ കണ്ടോ, അവിടെയും ലൈറ്റ് ഉണ്ട്. ഇത് അടുത്ത റൂമാണ് കേട്ടോ, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ വലിയ റൂമാണ്. നമുക്ക് വലിയ റൂമും ഞാൻ നമ്മുടെ യൂണിഫോമാണ് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ നല്ല സെറ്റപ്പാണ്. ഈ ലൈറ്റിൻ്റെ ഒക്കെ സംഭവങ്ങളെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആലോചിച്ചപ്പോൾ ഇവിടെ ഹോം തിയേറ്ററാണ് നീന്തുന്നില്ല. മുകളിൽ സ്വിമ്മിംഗ് പൂള്, മുകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കണം. മുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് നോക്കണം. എന്താ ടോപ്പിലാണ് കേട്ടോ, ഭയങ്കര നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി സെറ്റപ്പ് വീടാണ്. വീട് പണിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട് പണിയണം. ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഇവിടുത്തെ തനിക്കൂതറയായ പേര് പറഞ്ഞു കൊടുക്കടാ. എന്റെ പേരാണ് സിയ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? മേക്കപ്പ് അസിസ്റ്റന്റ് ആണ്. പിന്നെ എന്തൊക്കെ കഴിവുകളുണ്ട് പറഞ്ഞു കൊടുക്കും. എനിക്ക് ഡാൻസിന് കഴിവുണ്ട്, പിന്നെ ആക്ടിങ്ങിന് കഴിവുണ്ട്, പിന്നെ ബഡായി ഇളക്കുന്നതിന് പ്രത്യേകം കഴിവുണ്ട്. അതിനാണ് കൂടുതൽ കഴിവ്. ഇപ്പൊ ഒരു കൊച്ചു കഴിവറിയാണ്. എന്താ ചെയ്യാ, കഴിവതായി പോയി, പാരമ്പര്യമായി കിട്ടിയതാ. ചേച്ചിന്റെ എന്റെ അഭിനയം തനി കൂതറ, നല്ല അഭിനയം, ഫണ്ടാസ്റ്റിക്, ഫസ്റ്റ് വാങ്ങുമെന്ന് പറയാം. സത്യം എനിക്ക് ഈ പത്തനംതിട്ടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയം ചേച്ചിരുത്. ഇതാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പോയിട്ട് പറയുന്നത്. തരാട്ടാ നിനക്ക്, ഞാൻ ഈ ബ്ലോഗിൽ കട്ടിയിടാന്ന്. വിഷമിക്കേണ്ട, കട്ടിയില്ല.
ഈ വീടിനെ കുറിച്ച് ഞാൻ ഈ ചേച്ചിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, പാവം ചേച്ചിയാ. എന്താ ചെയ്യാ, എന്നെ ആദ്യമായിട്ട് ഒരു ചേച്ചി ഇങ്ങനെ സ്നേഹിക്കുന്നത്. മതിയടാ പോട്ടെ ഗൈസ്, ഞങ്ങള് ബൈ. ഞാൻ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടാ. ബൈ പറയടാ, പോടാ. ഒന്നും കൂടി കാണിക്കും. മിസ്സിസ് നന്ദു മോൾ. രണ്ടും പറ്റക്കളവുകള്, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. തൊണ്ടികള് രണ്ടും. ഗൈസ്, അങ്ങനെ ഒരു മുടി അയച്ചിട്ടുള്ള ഒരു കുട്ടീനെ ഞാൻ കാണിച്ചു തരാം. കണ്ടു, ഇതാരാ പ്രേതത്തിനെ പോലെ കാണും. ഇല്ലല്ല, ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മുടി അയച്ചിട്ടുള്ള നന്ദു. മുടി കെട്ടിക്കുമ്പോ വേറെ ഫേസ് കട്ട് സുന്ദരിയാണ്, പക്ഷേ അല്ലേ നമ്മള് കഴിഞ്ഞു. അയ്യോ എന്റെ അമ്മേ, അംഗം കഴിഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ അഭിനയം എന്ന് കമന്റ് ചിരിക്കാൻ വയ്യ. കുറെ തെറ്റുകളുണ്ട്, എനിക്ക് അവർ പറഞ്ഞു തന്നുണ്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം ശരിയാക്കണം. ഞാൻ കുറെ തെറ്റുകളൊക്കെ തിരുത്തി സെറ്റായിട്ട് വരുന്നല്ലേ. നമുക്ക് ഇന്ന് നാളെ കാണാം അല്ലേ. ബൈ ബൈ, ചെയ്യൂ. ബൈ ബൈ. സെക്കൻഡ് ഡേ ആയി. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ മേക്കപ്പ്. സിമ്പിൾ മേക്കപ്പ് അല്ലേ, ഇഷ്ടപ്പെട്ടു. മുടി ഇതൊക്കെ ഞാൻ നാട്ടിൽ കിട്ടി, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവുന്നു. ഹലോ അടിച്ച്. അവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്, നമ്മുടെ നന്ദുക്കുട്ടൻ. എൻ്റെ പേര് നന്ദു എന്ന് സെയിം. ആ ക്യാരക്ടറിൽ അഭിനയിക്കുന്ന പേര് നന്ദനാണ്. എന്താ അവസ്ഥ? നന്ദുവിൻ്റെ ഒരു കഷ്ടപ്പാട് കണ്ടില്ലേ. അന്നിങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇത്രയും സീരിയലിൽ അഭിനയിക്കുന്നത്. ഡെഡിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഓൺ മേക്കപ്പാണ് കേട്ടോ ആള്, വേറെ ആരും ചെയ്യണ്ടാവും. പക്ഷെ എനിക്കൊക്കെ ആൾക്കാർ ചെയ്തു തരാൻ അതൊക്കെ എനിക്കറിയില്ല ഗൈസ്. ഇവർക്കൊക്കെ പിന്നെ ഓൾറെഡി ഇങ്ങനെ പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ അടുത്ത ഷോട്ടിന് റെഡി ആയി. ഫുഡ് പോലും നമ്മൾ കഴിച്ചിട്ടില്ല. വിശക്കുണ്ടാ? സമയം നോക്കിയേ, വിശക്കാറായിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് എന്താ ചേച്ചി തളർന്നു ഗൈസ്. ഞാൻ തളർന്നു. അമ്മേ വയ്യ. വെയിലത്താണ് കേട്ടോ ഗൈസ്. വെയിലത്ത് തുടങ്ങിയോ ഗൈസ്? അങ്ങനെ തളർന്നു എല്ലാവരും. മറ്റേ തക്കുട് പോലെ വന്നു. ഷൂട്ട് നടക്കാൻ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ നല്ലത്. ക്യാമറ പിടിക്കുന്ന ആൾ നല്ലവനായ ഒരു ആളാണ്, അതുകൊണ്ടാണ് ക്യാമറ പിടിക്കുന്നത്. പറയാൻ ആരാണ് ഇനി കുറച്ച് ഭാവങ്ങളൊക്കെ വരുന്നേ. ഇത് ഭാവം, അഹംഭാവം. ആരാ പാവം, ആത്മാർത്ഥത കണ്ടില്ലേ? മതി. ഇതാണ് ഞങ്ങൾ വില്ലൻ. ഇന്ന് ഞങ്ങൾ അടിച്ചിടുന്ന ഞങ്ങളുടെ ട്രെയിനറാണ് കേട്ടോ. യെസ്, ട്രെയിനർ നല്ല ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്താ ചെയ്യാം അല്ലേ? പാവാണ് കേട്ടോ. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകാം അല്ലേ? ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ. കൊണ്ട് കറുത്ത ഒരു ആളായിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ ഗൈസ്? നല്ല വെയിലായിരുന്നു, നല്ല വെയിലായിരുന്നു. വയ്യ, ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുന്നു ഗൈസ്. ഞാൻ ഇരിക്കുന്നു. അവിടെ ഷൂട്ടിന് നടന്നു നോക്കിയാൽ എൻ്റെ ഇപ്പം കഴിഞ്ഞ് ഇരിക്കുന്നുള്ളൂ. ഇനി അടുത്ത സീനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് പോവും. ഫൈറ്റ് സീൻ ഉണ്ട് വൈകുന്നേരം. വയ്യ. ചായ കൂടിയാണ് സാറിന്റെ. ചായ കൂടി കഴിഞ്ഞു. കൂളിംഗ് ഗ്ലാസ് വയ്ക്കാൻ പോണോ? കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ചായ കുടിച്ചോണ്ടിരിക്കണോ? വീണ്ടും അച്ഛൻ എന്താ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണേ? എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്? കൂളിംഗ് ഗ്ലാസ് ജയൻ മരിച്ചിട്ടില്ല. ചളിയോ? ജയനില്ലേ, ജയൻ ആക്ടർ മരിച്ചിട്ടില്ലല്ലോ. ഇതാണോ ജയൻ? അടിപൊളി. ഗൈസ്, ഇതാണ് ജയൻ. മറക്കരുത് കേട്ടോ. ഇതാ ജയൻ നിൽക്കണു. കറക്റ്റ് ജയൻ. ഇവിടെ ജയന്റെ ചായ കൂടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ജയന്റെ ഡയലോഗൊക്കെ പറയുക പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. പറയില്ലെന്നൊക്കെ അറിയില്ല, നമുക്ക് നോക്കാം. പറയോ? Maybe we are police, trolley pullers, but we are not beggars. He enjoys his life and status because of our social blood. If you dare to say that word once more, I will pull out your bloody tongue.
ആരുടെ ഇത് മൈൻഡ് നോക്ക ഞാൻ ഇടയ്ക്ക് സുരേഷ് ഗോപി ഏയ് അതൊക്കെ നമ്മുടെ പ്രേക്ഷകർ സഹിക്കും അല്ലേ ഗൈസ്. ഇവിടെ ചായ കുടിയൊക്കെ കാണും കേട്ടോ. ചായ കുടി കഴിഞ്ഞ് സീനുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, നമുക്ക് നോക്കാം. സീരിയൽ കാണുമ്പോൾ ആഗ്രഹമാണ് എനിക്ക് മുട്ട കെട്ട ശിവയുടെ മുട്ട തുറന്നത്. നല്ല രസമുണ്ടോ മുടിയൊക്കെ ഉണ്ട്, അത് കളയണമെന്ന് തോന്നുന്നു സീരിയലിന് വേണ്ടിയിട്ട്. അല്ലേ ഒന്നുമില്ലാത്ത ഉണ്ടല്ലേ, ഫുൾ കലിപ്പാണ്. ദേഷ്യപ്പെടും പ്ലീസ്. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വീഴും ശരിക്ക്. ഇതാ നമ്മുടെ മേക്കപ്പ് ചേട്ടാ എന്താ നോക്കുങ്ക, ഇവിടെ നോക്ക്, ചിരിക്കില്ലേ? ആണല്ലേ, ശരിക്കും മേക്കപ്പ് നന്നായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ പറയണോട്ടെ, ആൾ ചിരിക്കില്ല നോക്കെ. എങ്ങനെയുണ്ട് ഇങ്ക നോക്കുങ്ക? ആ മാസിക്ക് പറഞ്ഞല്ലേ ഗുണ്ട ചേട്ടാ, ഇതാണ് ഗുണ്ട. ഷൂട്ട് നടക്കാം, ഷൂട്ട് ആരെയാ വെറുതെ ഇടുക? അമ്മയുടെ അടുത്ത് സന്തോഷത്തിൽ വരുന്ന മോൾ. ഇതാണ് നമ്മുടെ ട്രെയിലർ. എന്താ ട്രെയിലർ? ഇതാണ് നമ്മുടെ മുത്തശ്ശൻ്റെ കാര്യം. പാവ മുത്തശ്ശനാണ്. ചേച്ചി അവിടെ ഒറ്റയ്ക്ക് ഇരുന്നേ. കുട്ടീനെ ചീത്ത പറഞ്ഞു അല്ലേ? ചീത്ത പറ. വെടിവെച്ചോ ടിഷും. ആ ചത്ത് വീണം. അയ്യോ കഴിഞ്ഞു. ചത്തു കൈകട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ നല്ല വെള്ളം ദാഹം. ജ്യൂസ് കുടിക്കാനായിട്ട് ഹോട്ടലിൻ്റെ അവിടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ വേണ്ടി വന്നേക്കാണ്. അവിടെ ലുലുവും ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ലുലു ഹായ് ഹലോ. ലുലു പോയി. അതാണ് ലുലു. അപ്പോൾ അതാണ് ലുലു. ഇനി അടുത്ത പേരെന്താണോ എന്ന് അറിയില്ല. ലുലു മറ്റേ ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. സുഖം പറഞ്ഞാണേ. അപ്പോൾ ലുലു ടീഷർട്ട് വെച്ചിട്ട് വരുന്നുണ്ട് അവിടെ നിന്ന്. അച്ഛനാമേ മൈ ഇവരൊക്കെ പൂച്ചക്കുട്ടികളോ? മൈ വെറൈറ്റി പേരാണ്ട്. എൻ്റെ പേര് നന്ദന. എൻ്റെ പേര് എന്താണെന്നറിയോ? നന്ദന. ആ അച്ഛനയ്യേ അച്ഛേ. ഓ അച്ചായെന്നൊക്കെ അത് മതി എനിക്ക്. നന്ദിനിയല്ല, നന്ദന. ഒരുമിച്ച് റെഡി 1 2 3 സ്റ്റാർട്ട്. നന്ദന. അപ്പോൾ നാളെ ഉണ്ട് ഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കാം. നാളെ ഉണ്ട് കേട്ടോ. 2 ദിവസം എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ 3 ദിവസത്തേക്ക് മാറിപ്പോയി. വയ്യ. ഇന്ന് ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താണ്. പക്ഷേ നമ്മൾ നാളത്തെ കൂടി എന്ന് പറഞ്ഞപ്പോൾ നാളെയാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ നമുക്ക് നാളെ കൂടി കാണിക്കാം. അപ്പോൾ ഞാൻ 3 ദിവസത്തെ വ്ളോഗായിരിക്കും ഇതിൽ കാണിക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാ 3-ാമത്തെ ദിവസമായി. രാവിലെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു പോകാൻ നിൽക്കുകയാണ്. അവർ വരും, വണ്ടി കൊണ്ടുവരും, നമ്മൾ പോവും, ലൊക്കേഷനിലെത്തും, ഷൂട്ട് തുടങ്ങും. അപ്പോൾ 2-3 ദിവസമായില്ലേ ഞാനിവിടെ നിൽക്കുന്നു. ഇതാണ് നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്നത്. ഉള്ളിലാണ് കിടന്ന് കാണിക്കാൻ എനിക്ക് വയ്യാന്ന്. അപ്പോൾ ബാക്കിയുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ എങ്ങോട്ട് നോക്ക്, വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ ദേഷ്യത്തിൽ എന്നിട്ട് ഹലോ ദേഷ്യത്തിൽ ഇങ്ങനെ കൈയിട്ട് കാണിക്ക്. ഹലോ മുഖമോണ പോലും. ഗൈസ് നമ്മുടെ അനന്തപുരി വീടിൻ്റെ ഫുൾ ഭാഗം ഇതാണ് കേട്ടോ. കണ്ടോ? ഒരു മല ഏതോ ഒരു ചേട്ടൻ്റെ വീടാണ് കേട്ടോ.
എന്താ ചെയ്യാ, പൈസ എവിടെ വെക്കണ്ടെന്ന് ആൾക്കറിയില്ല. ആൾക്കൊരു മോനോ മോളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. അതാണ് നമുക്ക് ഇന്നിവിടെയാണ് ഇന്നലെ ഞാൻ ഇവിടെയായിരുന്നു. ഇന്നലെ ഒരു കോളേജിലായിരുന്നു. ഇന്നിതാ വീണ്ടും ഇവിടേക്ക് വന്നേക്കാണ്. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഇന്ന് പോകുന്നതാണ് വിശ്വാസം. അല്ലേ ജോസേട്ടാ ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ. അപ്പോൾ നമുക്ക് പുള്ളിയെ കറക്റ്റ് കേട്ടോ. ഓക്കെ, നമ്മുടെ 3-ാമത്തെ ദിവസം മേക്കപ്പ് ചെയ്യാൻ നമ്മുടെ മെയിൻ ചേട്ടൻ വന്നിട്ടുണ്ട് ഇവിടെ. സീരിയലിലും സിനിമയ്ക്കും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സുനിൽ കുമാർ പുഞ്ചക്കൽ. ഇതാണ് നമ്മുടെ ചേട്ടൻ. ഹായ് പറഞ്ഞോളൂ. ഹായ്. ഇതാണ് നമ്മുടെ അസിസ്റ്റൻറ്റ്. നമ്മുടെ 3-ാമത്തെ ദിവസം മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഭംഗിയുണ്ടോ? കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിയുന്നുള്ളൂ. ഇനി ലിപ്സ്റ്റിക് ഒക്കെ ഇടണം ചേട്ടാ. ഷൂട്ടിന് പോകണം വെയിലത്തേക്ക്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. നമ്മളിതാ ഷൂട്ടിന് പോകാൻ നിൽക്കുകയാണ്. ജോസേട്ടൻ വെയിലത്തോട്ട് കരിയിക്കാൻ നിൽക്കുകയാണ്. അല്ല, ജോസേട്ടൻ്റെ വ്ളോഗിൽ ജോസേട്ടനാണ് നമ്മുടെ എല്ലാമയ്യ. ഹായ്. നമ്മൾ ജോസേട്ടൻ നമ്മളെ വെയിലത്ത് കൊണ്ട് കരിയിക്കും. ഞാൻ എൻ്റെ കളറൊക്കെ പോയാലും ഉത്തരവാദി. ബാക്കിൽ നിൽക്കണം. ജോസേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ കൊടുക്കാം. ഇതിൽ നിങ്ങൾ ജോസേട്ടനെ പൊങ്കാലിടണം. എൻ്റെ ഫാൻസ് വന്നിട്ട് പൊങ്കാലിടുന്നു. അപ്പോൾ നമ്മൾ പോട്ടെ ഷൂട്ടിന്. അതെ നമ്മൾ ഷൂട്ടിന് പോകണം ഗൈസ്. പോട്ടെ. വെയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ പകുതി ഇപ്പോൾ കറുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കറക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം ഇൻസ്റ്റ ഐ ഡി. ഞാൻ എന്തായാലും ടാഗ് ചെയ്തിട്ടുണ്ട് ചിലരെ ഫോട്ടോസ്. ഓക്കെ, തളച്ചിലേക്ക് വന്നു. വീണ്ടും അവളെ നോക്ക്. കണ്ടു. ഓ തളർന്നു ഗൈസ്, തളർന്നു. എന്നായിണ്ട് മറ്റ് നോർമലായി ഗൈസ്. അങ്ങനെതാ ഫൈറ്റും എല്ലാം കഴിഞ്ഞ് മഹേഷിന്റെ പ്രതികാരം മഹേഷിന് കഴിഞ്ഞു. ഓ അയ്യോ, ഒന്നുകൂടി എടുത്താലൊന്ന്. എൻ്റെ നോക്കി എനിക്ക് പറ്റുന്ന ആവശ്യമില്ല കഴിച്ചു. ഒക്കെ വരും. നമ്മളൊന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി പോവാണ്. ഫൈറ്റ് സീനുണ്ട്. ഇവരൊക്കെ പോവാ. നമ്മൾ ഫൈറ്റിന് പോവാ. ഓക്കെ. പത്തനംതിട്ടയിലെ നമുക്ക് നായികനെ കാണിച്ചു തരാം. നായിക ഫുൾ ടൈം സാരി എടുത്ത് തളർന്നിരിക്കുന്ന നായികയാണ്. അതെ, രണ്ടാളും നീലയാണ്. ഞാൻ വിചാരിച്ചു വന്നപ്പോൾ ഭയങ്കര ജാടയാണ്, മിണ്ടൊന്നുമില്ല എന്നൊക്കെ. സത്യം കാണുമ്പോൾ നമുക്ക് തോന്നും. സത്യം പറയല്ലേ? ഇത്രയും നേരം എന്നെ കുറിച്ച് നല്ല മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ മാത്രമാണ് അവള് സത്യം പറഞ്ഞത്. എനിക്ക് തോന്നി ഭയങ്കര ജാടയൊക്കെ ആയിട്ട് തോന്നി. പക്ഷെ പാവാണ് കേട്ടോ. എന്നോട് നലീഫ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവാണ്. അതെ പാവാണ്, ഭയങ്കരമായിട്ട് നല്ല ക്യാരക്ടറുള്ള കുട്ടിയാണ്. മതിയോ എന്നൊക്കെ കൂടുതൽ പറയണ്ടാന്ന്. ഷൂട്ട് കഴിഞ്ഞോ? ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സാരി ഉടുക്കണ സമയം ഫുൾ ടൈം സാരിയിലാണ്. അടുത്ത സീരിയൽ ആവുമ്പോഴത്തേക്ക് നമുക്ക് സാരിയിലങ്ങ് സീരിയലിന് വന്നാലേ സാരിയാ. ഓക്കെ ഗൈസ്, വേണ്ട നമുക്ക് പോട്ടെ. ആളിട്ടു. ഞാൻ കഥ പറ. ഷൂട്ട് കഴിഞ്ഞ് വയ്യാണ്ടായപ്പോൾ വയ്യാണ്ടായെന്ന് വെച്ചാൽ നമ്മളിനി ഫൈറ്റ് സീൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഇപ്പുറത്തെ വീട്ടിൽ തന്നെ, വീടിൻ്റെ വഴിയിൽ തന്നെ കുറേ ചായക്കടയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കടിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇനി ക്ഷീണത്തിന് ഇതെല്ലാം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല കുട്ടികളെ, സുഖമില്ല, നോവിന് വയ്യ. ഓക്കെ, സ്റ്റാർട്ട്. ആദ്യം വേണം. ഇതെന്താ പറ്റി കുട്ടിക്ക്? കുട്ടിക്ക് എന്താ പറ്റി? ഇതാരാണ് കുട്ടി? അമ്മയുടെ ആരാണ് കുട്ടി? ചിരിക്കല്ലേ, ചിരിക്കരുത്. ഓക്കെ, കുട്ടി മതിയെന്നോ? ഞാൻ കിടക്കട്ടെ, ഞാൻ ബോധം കെട്ട് കിടക്കട്ടോ. ഓക്കെ, വിളിക്കൂ. കിക്കളിയാക്ക്. അവിടെ നന്ദു ചേച്ചി തുള്ളിന്ന് പോണം. കട്ട് ചെയ്തത് അവിടെ നന്ദു ചേച്ചി. ചാടി അടിക്കോ? കേറുന്നടിച്ചോ? അങ്ങനെ ഫൈറ്റ് സീൻ്റെ ഷൂട്ട് ആവാറായിട്ടുണ്ട്. നമ്മൾ ഷൂ ഒക്കെ ഇട്ട് പോവാ ഗൈസ്. പോട്ടെ കേട്ടോ. ഓക്കെ.
അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മളിതാ പോവാൻ നിൽക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് സീരിയലാണ്. ചേട്ടൻ്റെ പിന്നെ കുറേ സീരിയലാണല്ലോ അല്ലേ? അതെ 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 അതെ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഭയങ്കര കൂടുതലാണ്. ഭയങ്കര ഷോട്ടെല്ലാം ഫസ്റ്റ് ഷോട്ട് ഓക്കെയാണ്. മതി മതി ഞാൻ ഭാവിയിലെ വാഗ്ദാനമാണ്. അയ്യോ കേട്ടാ. പക്ഷെ ഭയങ്കര സംസാരം ഭയങ്കര സ്പീഡ് കൂടുതൽ, ആർക്കൊന്നും മനസ്സിലാവില്ല. അതൊന്ന് കൊടുക്കണം കേട്ടാ. മറ്റേ തന്റെ തൃശ്ശൂകാരനെ പറയുന്നു, തൃശ്ശൂകാരെ കുറ്റം പറയുന്നു. സ്പീഡിന്റെ കിലോമീറ്റർ എന്ന് പറയും. തൃശ്ശൂകാരെ അങ്ങനെയാ, ഞങ്ങളിങ്ങനെ സ്പീഡ് കൂടുതലാ. തൃശ്ശൂർ ഗഡി. അതെ ഗഡിയൻസ്. അപ്പൊ ഇടി കൊണ്ടിട്ട് ഇതാ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോ ഇടി കൊണ്ട് അവിടെ ലെവലായി പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് പോവാണ്. എന്റെ ഷൂട്ടും കഴിഞ്ഞു. ചേട്ടൻ കഴിഞ്ഞില്ലേ? ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, press the bell button. ഓക്കെ ബൈ. ജയൻ വന്നു, ജയൻ. ശരി.